പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 46-ലെ 3 ചോദ്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് സം റെക്ടാങ്കിൾസ് ആർ ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ദെയർ ഏരിയാസ്. ചില റെക്ടാങ്കിൾസിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ലെങ്ത്, ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇതാണല്ലോ റെക്ടാങ്കിള്. റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സൈഡും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ സൈഡുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുന്നത്. സോ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അറിയാമല്ലോ നമുക്ക് ഈ ഇക്വേഷൻ. അത് വെച്ചിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലെങ്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്രയാണ്? ലെങ്ത് ഇസ് ഈക്വൽ ടു 4 1/2 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 3 1/4. 3 1/4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ പോലെ 4 1/2 ഇൻറ്റു 3 1/4 ചെയ്താൽ മതിയോ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് രണ്ടും എന്താണ്? മിക്സഡ് ഫ്രാക്ഷനാണ്. മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്ററിലുള്ള ഈ 2 കൊണ്ട് ഈ വോൾ നമ്പറായ 4നെ മൾട്ടിപ്ലൈ ചെയ്യും. 4 2s are 8 + 1 ദാറ്റ് ഈസ് 9 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള നമ്പർ എന്താണോ അത് എഴുതുക. 3 4s are 12 + 1 13 ഡിവൈഡഡ് ബൈ 4. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 13 ഇൻറ്റു 9 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 13 ഇൻറ്റു 9 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 117 എന്ന ആൻസർ കിട്ടും. 4 2s are 8. അപ്പോൾ ഇവിടെ 117 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മളിതിനെ ഇങ്ങനെ തന്നെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഇത് എത്ര? cm² എന്ന് എഴുതാം. ഇനി വീണ്ടും കൺവേർട്ട് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 117 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. അപ്പോൾ 8 1s are 8, റിമൈൻഡർ 3, 37, 8 4s are 32, റിമൈൻഡർ 5. നമ്മൾ ആൻസർ ചെയ്തേണ്ടത് കോഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എഴുതുക, ഡിവൈസർ താഴെ എഴുതുക, റിമൈൻഡർ എഴുതുക. 14 5/8 cm² എന്നുള്ളതാണ് ഫസ്റ്റ് റെക്ടാങ്കിളിൻ്റെ ഏരിയ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം 6 3/4 മീറ്റർ ലെങ്ത്തും 5 1/3 മീറ്റർ വിഡ്ത്തുമാണുള്ളത്. ഫൈൻഡ് ദ ഏരിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത് ഇസ് ഈക്വൽ ടു 6 3/4 മീറ്റർ, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 5 1/3 മീറ്റർ, പിന്നെ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു, അഥവാ നീളം ഗുണം വീതി. 6 3/4 ഇൻറ്റു 5 1/3. 6 4 24 3 27/4 ഇൻറ്റു 5 3s are 15 + 1 16/3. പിന്നെ ടീച്ചർ കട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ കട്ട് ചെയ്യുന്നത് അറിയാമല്ലോ. 4ൻ്റെ ടേബിൾ ചൊല്ലി 4 1s are 4, 4 4s are 16. ഇങ്ങനെ വേണം മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ 3യുടെ ടേബിൾ ചെയ്താൽ 3 1s are 3, 3 9s are 27. സോ 9 4s are 36 m² ആണ് ഇതിൻ്റെ ഏരിയ. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് കട്ടിങ് ബുദ്ധിമുട്ടാണെങ്കിൽ 27/4 ഇൻറ്റു 16/3 എന്ത് ചെയ്യണം? 27 ഇൻറ്റു 16 ഫസ്റ്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 4 3s are 12 ചെയ്യുക. അതിനുശേഷം രണ്ടും കൂടി മൾട്ടിപ്ലൈ അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇത് 27 ഇൻറ്റു 16 നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 27 ഇൻറ്റു 16 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് 432 എന്ന് കിട്ടും. 432 ഡിവൈഡഡ് ബൈ 12. 432 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് നോക്കാം. അപ്പം 43-ൽ 12, 12 3s are 36, റിമൈൻഡർ 13 6 പോയ 7, 72-നകത്ത് 12ൻ്റെ ടേബിൾ 6 12s are 72. അപ്പോഴും നമുക്ക് എന്ത് തന്നെ ആൻസർ കിട്ടും? 36 m². അപ്പോൾ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഈസി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 1/3 മീറ്റർ ലെങ്ത്, 3/4 മീറ്റർ വിഡ്ത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെങ്ത് ഇസ് ഈക്വൽ ടു 1 1/3 മീറ്റർ. ടീച്ചർ വിഡ്ത്ത് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല, ബ്രെഡ്ത്തും വിഡ്ത്തും ഒന്ന് തന്നെയാണ് കേട്ടോ, വീതി എന്നാണ് അർത്ഥം. സോ എന്ത് ചെയ്തു? 1 1/3 മീറ്റർ ഇൻറ്റു 3/4 മീറ്റർ. ഇത് മാത്രമേ മിക്സഡ് ഫ്രാക്ഷൻ ഉള്ളൂ. ഇത് സാധാരണ ഫ്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിനെ മാത്രം കൺവേർട്ട് ചെയ്യുന്നു. 1 3s are 3 + 1 4/3 ഇൻറ്റു 3/4. ഇത് ഭയങ്കര എളുപ്പമാണ്. രണ്ടും കൂടെ സെയിം നമ്പേഴ്സ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാം. സോ 1 വരും, 3 1s വരും. 1 1s are 1 m². ഓക്കെ.
ഇതാണ് ഇതിൻ്റെ ഏരിയ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1/2 മീറ്റർ? അപ്പോൾ ഒരു സ്ക്വയർ എന്ന് വെച്ചാൽ തന്നെ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ചിത്രമാണ് എന്ത് സ്ക്വയർ എന്ന് വെച്ചാൽ. അപ്പം സ്ക്വയറിൻ്റെ ഏരിയ, വാട്ട് ഈസ് ദ ഏരിയ എന്നാണ് ചോദ്യം. വൺ സൈഡ് 1/2 മീറ്റർ ആണ്. അപ്പോൾ എന്താ, ഓൾ സൈഡ്സ് ഈക്വൽ അല്ലേ, അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ത് തന്നെയാണ് 1/2 മീറ്റർ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈഡ് ഇൻറ്റു സൈഡാണ് എന്ത് ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 2s are 2 plus 1 3/2 ഇൻറ്റു 1 2s are 3 plus 1 3/2 3 3s are 9/4 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 14 മീറ്റേഴ്സ്, വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? അപ്പോൾ പെരിമീറ്റർ എന്ന് വെച്ചാലാണ് നമ്മൾ ചുറ്റുമുള്ള അളവാട്ടോ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ പെരിമീറ്റർ, അതായത് ഈ സൈഡും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 14. അപ്പോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 1 സൈഡ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, 14/4 ചെയ്യണം. അപ്പോൾ 14/4 നമ്മൾ എങ്ങനെയാണ് ടീച്ചർ കട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് നമ്മൾ 2ൻ്റെ ടേബിളിലുണ്ടെങ്കിൽ ഹാഫ് എഴുതി പോയാൽ മതി, 7/2. അപ്പോൾ 7/2 7നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ വൺ സൈഡ് ഇങ്ങനെ തന്നെ എഴുതിയിട്ട് നമ്മൾ ടീച്ചർ രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ വൺ സൈഡ് എത്ര കിട്ടി, 7/2, ഈ സൈഡ് ഓൾസോ 7/2. സോ ഏരിയ ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു 7/2. 7 7s are 49/4 എന്ന് വരും. ഓക്കെ, ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് ആൻസർ. അല്ലാതെ നമ്മളിത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ടീച്ചർ ചെയ്ത് തുടങ്ങിയിരുന്നു. 3 2s are 6 റിമൈൻഡർ 1. അപ്പം 7/2 എന്ന് വെച്ചാൽ എന്താ ആൻസർ, 3/1/2. അപ്പോഴും നമുക്ക് എങ്ങനെ ഏരിയ ഈക്വൽ ടു 3/1/2 ഇൻറ്റു 3/1/2. അപ്പോൾ 3 2s are 6 plus 1 7/2 ഇൻറ്റു 3 2s are 6 plus 1 7/2 എന്ന് തന്നെ വരും. അതേ സെയിം ആൻസർ തന്നെ വരും. ഡിവൈഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പഠിച്ചേക്കണം എല്ലാവരും. ഓക്കെ.